Okay, so we'll do next problem, which is orthographic question of a pentagonal pyramid. Okay, pentagonal pyramid. Write down question review. A pentagonal pyramid. A pentagonal pyramid. Comma, edge of base 25 mm. A pentagonal pyramid. Edge of base 25 mm. A pentagonal pyramid. Edge of base 25 mm and height 60 mm and height 60 mm 60 is resting on a corner of its base in such a way that the slant edge containing that corner slant edge containing that corner makes an angle of 45 degree with the HP makes an angle of 45 degree with the HP and the top view of the axis makes an angle of 30 degree with the XY line. The top view of the axis makes an angle of 30 degree with the XY line. To stop, draw the positions of the pyramid. Draw the positions of the pyramid. Okay. Clear on question. So a pentagonal pyramid is resting on one of the base corners, resting on one of its corners in such a way that the slant edge containing that corner makes an angle of 45 degree with the HP and the top view of the axis makes an angle of 30 degree with the XY. So that's a question. So how will you identify the simple position in this case? റസ്റ്റ് ചെയ്യുന്നത് കോർണറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബേസ് കോർണറിലാണ്. അവിടെ റസ്റ്റിംഗ് ഓൺ എച്ച് പി ഓർ റസ്റ്റിംഗ് ഓൺ വി പി അങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, റസ്റ്റിംഗ് ഓൺ എച്ച് പി അല്ലെങ്കിൽ റസ്റ്റിംഗ് ഓൺ വി പി അങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ സപ്പോസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്, ഓക്കെ, അങ്ങനെ മെൻഷൻ ചെയ്യാതെ, അപ്പോൾ യു ഹാവ് ടു അസ്യൂം ദാറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് റസ്റ്റിംഗ് ഓൺ എച്ച് പി. ഓക്കെ, അപ്പോൾ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ just resting on a corner എന്നാണ് പറയുന്നതെങ്കിൽ you have to assume that that object is resting on HP. Okay, so resting on HP and so this is the pentagonal pyramid. ഇത് റെസ്റ്റ് ചെയ്യുന്ന ഒരു കോർണറിലാണ് and the edge slant edge contain that corner. അപ്പോൾ ഈ കോർണർ contain slant edge ഏതാണ്? This is the slant edge. Okay, ഈ slant edge it is inclined 45 degree to the HP. So ഇവിടെ 45 degree inclined to HP ആയിട്ടുള്ളത് ഈ എഡ്ജ് ആണ്, ആക്സിസ് അല്ല കേട്ടോ. എച്ച് പി ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് ഈ സ്ലാൻഡ് എഡ്ജ് ആണ്, ദാറ്റ് ഇസ് ഇൻക്ലൈൻഡ് 45 degree to HP എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ആക്സിസിന്റെ കണ്ടീഷൻ ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് ഇൻക്ലൈൻഡ് 30 degree with the XY എന്ന് പറഞ്ഞത്. ബട്ട് ഞാൻ അതിവിടെ കൺസിഡർ ചെയ്യില്ല. ഇനീഷ്യലി ഞാനത് കൺസിഡർ ചെയ്യുന്നില്ല. രണ്ട് ആംഗിൾ ഉണ്ട്, സോ യു ഹാവ് ടു ഫൈൻഡ് വിച്ച് ആംഗിൾസ് ടു ബി കൺസിഡർഡ് ഫസ്റ്റ്. ഓക്കെ, ഏത് ആംഗിളാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കുക? റെസ്റ്റ് ചെയ്യുന്നത് ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, റെസ്റ്റ് ചെയ്യുന്നത് ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിലും നമ്മളത് എന്താണ് അസ്യൂം ചെയ്യണം. യു ഹാവ് ടു അസ്യൂം ദാറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. സോ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. സോ എച്ച് പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലാൻഡ് എഡ്ജിന്റെ ഇൻക്ലിനേഷൻ ആദ്യം എടുത്തത്. ഓക്കെ, സ്ലാൻഡ് എഡ്ജ് ഇൻക്ലൈൻഡ് ആകും, ആക്സിസും ഇൻക്ലൈൻഡ് ആകുമല്ലോ അല്ലേ? സ്ലാൻഡ് എഡ്ജ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ഇങ്ങനെയാവുന്ന സമയത്ത് ആ ആക്സിസ് എന്ന് പറഞ്ഞാൽ ബേസ് സെന്ററിൽ നിന്ന് അപെക്സിലേക്കാണ് പോകുന്നത്. സോ ആക്സിസ് ഓൾസോ വിൽ ബി ഇൻക്ലൈൻഡ് ടു എച്ച് പി. സോ ഇൻ ദിസ് പൊസിഷൻ സിമ്പിൾ പൊസിഷൻ വിൽ ബി ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഞാനിത് സിമ്പിൾ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ?
അതായത് ഇവിടെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഓക്കെ അതായത് രണ്ട് ഇൻക്ലിനേഷൻ വരുന്ന സമയത്ത് ഏത് ആംഗിളാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടാണ് സിമ്പിൾ പൊസിഷൻ കണ്ടുപിടിക്കുക. സോ അത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആ പ്രോബ്ലം തെറ്റും. സോ യു ഹാവ് ടു ഐഡന്റിഫൈ വിച്ച് ആംഗിൾ ടു ബി കൺസിഡേർഡ് ഫസ്റ്റ്. ഓക്കെ, സോ ഏത് പ്ലെയിനാണോ റെസ്റ്റ് ചെയ്യുന്നത് ആ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. സോ ഹിയർ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ കോർണർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ബട്ട് യു ഹാവ് ടു അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ഓൺ റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ എച്ച് പി അല്ലെങ്കിൽ റൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യാം. സോ ഓൺ എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി എന്നുള്ള കേസ് വെച്ചിട്ട് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയിരിക്കും സിമ്പിൾ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇൻ ദിസ് പൊസിഷൻ യു ഹാവ് ടു ഡ്രോ ദ ടോപ്പ് വ്യൂ ഫസ്റ്റ് അല്ലെ. ടോപ്പ് വ്യൂലാണ് നമുക്ക് പെന്റഗണിന്റെ ഷേപ്പ് കാണുന്നത്. സോ ടോപ്പ് വ്യൂ ആണ് ആദ്യം വരയ്ക്കേണ്ടത്. ഓൾസോ സിൻസ് ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ കോർണർ ഓഫ് ദ ബേസ്, കോർണർ ഷുഡ് ബി ഓൺ ദ എക്സ്ട്രീം പൊസിഷൻ. റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരണം. ഓക്കെ, സോ അങ്ങനെ വരുന്ന വിധത്തിൽ നിങ്ങൾ ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. അപ്പൊ അതെങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം? പെന്റഗൺ ആണ്. പെന്റഗണിന്റെ കേസിൽ കോർണർ എക്സ്ട്രീം പൊസിഷനിൽ വരാൻ എന്താ ചെയ്യാം? പെന്റഗൺ ഇവിടെ നോക്കുക, ഒരു എഡ്ജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മേക്ക് വൺ എഡ്ജ് പെർപെൻഡിക്കുലർ ടു ദ XY ലൈൻ. മേക്ക് വൺ എഡ്ജ് പെർപെൻഡിക്കുലർ ടു ദ XY ലൈൻ. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ XY ലൈൻ ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്ന കോർണർ ഫൈനലി നമുക്ക് ഒരു കോർണർ റൈറ്റ് എക്സ്ട്രീമിലായിട്ട് കിട്ടും. ഒരു പെന്റഗണിന്റെ കേസിൽ what will be the angle between two adjacent sides? Can you say what will be the angle between two adjacent sides? Okay, so this is a pentagon, a regular pentagon. ഞാൻ ഇതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എന്താണ്? സെന്റർ പോയിന്റ് നിന്ന് നമ്മൾ എല്ലാ കോർണേഴ്സിലേക്ക് ലൈൻസ് വരക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, നൗ ദിസ് ഇസ് ആക്ച്വലി ഡിവൈഡിങ് ദിസ് ഇൻടു 5 ഈക്വൽ പാർട്സ് അല്ലെ. ടോട്ടലി 360 ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ആംഗിൾ എത്ര വരിക? ഓരോ ആംഗിൾ എത്ര വരും? 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എത്ര വരിക? 360/5 എത്ര വരും? യെസ്, 72. ഓക്കെ, 72 ആണ് വരിക. ഓക്കെ, ഓരോ ആംഗിൾ സോ ദിസ് വിൽ ബി 72. അപ്പോൾ ഓരോ ഈ ആംഗിൾ 72 ആണ് വരിക. ആൻഡ് യു നോ ദാറ്റ് ദിസ് ഇസ് എൻ ഐസോസെലസ് ട്രയാംഗിൾ അല്ലേ. ദിസ് എൻ ഐസോസെലസ് ട്രയാംഗിൾ. സോ അങ്ങനെയാണെങ്കിൽ അത് എത്ര വരിക? 108 അല്ലേ. 108 വരുമല്ലോ അല്ലേ. 180 മൈനസ് 72, 108 ആണ് ആംഗിൾ വരിക ടോട്ടൽ. അപ്പോൾ 108 ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിൽ വരുമ്പോൾ 54 ഈച്ച് വരും. സോ 54 ആണ് ആംഗിൾ വരിക. സോ നെക്സ്റ്റ് ട്രയാംഗിൾ വെച്ചാണെങ്കിൽ അവിടെ ഇത് 54 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് അഡ്ജനൽ ആംഗിൾ എത്രയാണ് വരിക? 108. സോ 108 is the angle between two adjacent edges. ഓക്കെ, സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഒരു എഡ്ജ് വരയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു XY ലൈൻ ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇതുപോലെ പെർപെൻഡിക്കുലർ XY ആയിട്ട് വരയ്ക്കുക. പിന്നെ 108 ആംഗിൾ എടുത്ത് അടുത്ത എഡ്ജ് വരയ്ക്കുക. 108 ആംഗിൾ എടുത്ത് ഒരു എഡ്ജ് വരയ്ക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഫൈനലി യു വിൽ ഗെറ്റ് എ കോർണർ ഓൺ ദ എക്സ്ട്രീം റൈറ്റ്. ഓക്കെ, now to get the center point of this pentagon, what will you do? ഇതിന്റെ സെന്റർ പോയിന്റ് കാണാൻ അല്ലെങ്കിൽ ആക്സിസിന്റെ പൊസിഷൻ കാണാൻ എന്താണ് ചെയ്യുക? ആക്സിസിന്റെ പൊസിഷൻ കാണാൻ നേരത്തെ ഹെക്സാന്റെ കേസിൽ 2 ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്യാം.
ഇവിടെ അങ്ങനെ ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്താൽ അത് കിട്ടില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഈ കോർണറിന് ഓപ്പോസിറ്റ് എഡ്ജിന്റെ മിഡിൽ പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഓപ്പോസിറ്റ് എഡ്ജിന്റെ മിഡിൽ പോയിന്റിലേക്ക് വരയ്ക്കുക ഒരു കോർണറിന്. ഓക്കെ, അതുപോലെ വേറൊരു കോർണറിന് അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജിന്റെ മിഡിൽ പോയിന്റിലേക്ക് വരിക. ഓക്കെ, സോ ദിസ് വിൽ ബി ദ സെന്റർ. ഓക്കെ, അതായത് രണ്ട് കോർണേഴ്സിന് അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജിന്റെ മിഡിൽ പോയിന്റിലേക്ക് ലൈൻസ് വരച്ചാൽ അത് ഇന്റർസെക്ടിങ് പോയിന്റ്, ദാറ്റ് വിൽ ബി ദ സെന്റർ. ആൻഡ് ഓൾസോ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പൊസിഷനിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇതിന്റെ സ്ലാൻഡ് എഡ്ജ് വരക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് വരിക ടോപ്പ് വ്യൂല്. സോ ഇനീഷ്യലി നമ്മൾ സെന്റർ കാണുമ്പോൾ വരയ്ക്കുന്ന ലൈൻസ് ലൈറ്റ് ആയിരിക്കണം, വളരെ ലൈറ്റ് ആയിരിക്കണം. അത് സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് കോർണേഴ്സിലേക്ക് തിക്ക് ലൈൻസ് വരയ്ക്കാം. As the slanted edge is visible in the top view. So next is you have to project the front view. For that, first center ന്ന് axis project ചെയ്യാം. Axis ന്റെ height question given ആണ്, which is 60 mm. So 60 mm axis നമ്മൾ project ചെയ്യാം. Axis project ചെയ്യാം. Then left extreme and right extreme project ചെയ്യാം. Left extreme and right extreme project ചെയ്യാം. ബേസ് കംപ്ലീറ്റ് ചെയ്യാം. ബേസ് ഇതുപോലെ തിക്കായിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യണം. ദെൻ ജോയിൻ ടു ഗെറ്റ് ദ ഫ്രണ്ട് വ്യൂ. സോ വൈൽ ഡ്രോയിങ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ദിസ് ആക്സിസ്, ഈ ആക്സിസ് വരുന്നത് നമ്മൾ ബേസിന്റെ കറക്റ്റ് മിഡിലായിട്ടായിരിക്കില്ല. ഓക്കെ, പെന്റഗണിനുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. പെന്റഗണിന്റെ കേസിൽ നോക്കുക, ഈ ലൈന് വരുന്നത്, ഈ ആക്സിസ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആക്സിസ് വരുന്നത് ബേസിന്റെ കറക്റ്റ് മിഡിലായിട്ടായിരിക്കില്ല ഉണ്ടാവുക. നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന സമയത്ത്, ഈ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന സമയത്ത്, ഈ പൊസിഷനിൽ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന സമയത്ത് കറക്റ്റ് മിഡിലായിട്ടായിരിക്കില്ല ഉണ്ടാവുക. ഈ പൊസിഷനിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ പൊസിഷനിൽ കറക്റ്റ് മിഡിലായിട്ടല്ല ഉണ്ടാവുക. അത് നിങ്ങൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഈ സെന്റർ ഇവിടുന്ന് വരയ്ക്കുന്നതിന് പകരം ഈ എഡ്ജ് നിർത്തിട്ട് വരയ്ക്കും. ഇതൊക്കെ തെറ്റാണ്. ഓക്കെ, സെന്റർ കണ്ടുപിടിച്ചതിന് ശേഷം അവിടുന്ന് തന്നെ ആക്സിസ് പ്രൊജക്ട് ചെയ്തിട്ട് ഇത് വരയ്ക്കാം. ഓക്കെ, സോ ഇത് ആക്ച്വലി ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കില്ല കേട്ടോ. ഈ ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കില്ല. Now we have to name this A, B, C, D, E and apex O, base center H name ചെയ്യാണ്. So in the front view, you can see A, B and C. So A dash മാർക്ക് ചെയ്യാം. Then B മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് B പ്രൊജക്ട് ചെയ്യണം. So B എന്ന ഒരു ലൈൻ നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുക. Then that line will be passing through D. Okay, B ന്റെ നേരെ മുകളിലായിട്ടാണ് D ഉള്ളത്. So this is point B dash and in the bracket of B dash mark D dash. B ന്റെ നേരെ ബാക്കിലായിട്ടാണ് D ഉള്ളതുകൊണ്ട്. Then C on the extreme right, C dash. So B visible ആണ്. So B യുടെ പോകുന്ന slant edge visible ആയിരിക്കും. അത് ഇവിടെ തിക്കായിട്ട് മാർക്ക് ചെയ്യാം. So now the front view is complete. So simple പൊസിഷനിലെ ഓർത്തോഗ്രാഫിക് പൊസിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ആ വിസിബിൾ എഡ്ജും കൂടെ വരച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. Then now the next position, what we have to do? അടുത്ത പൊസിഷനിൽ എന്താണ് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നെക്സ്റ്റ് പൊസിഷനിൽ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ റസ്റ്റ് ചെയ്യുന്നത് എച്ച് പിയിലാണ്. സോ എച്ച് പി ആയിട്ടുള്ള ആംഗിൾ ആണ് നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, യു ഹാവ് ടു കൺസിഡർ ദ ആംഗിൾ വിത്ത് എച്ച് പി ഇൻ ദ സെക്കൻഡ് പൊസിഷൻ. അപ്പൊ ആംഗിൾ വിത്ത് എച്ച് പി എന്ന് പറയുന്നത് ഏതാണ് മേക്ക് ചെയ്യുന്നത്? ആക്സിസ് ആണോ? ആക്സിസ് ആണോ പറഞ്ഞിട്ടുള്ളത്? 45 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറഞ്ഞത് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞത് ആക്സിസ് ആണോ? ക്വസ്റ്റ്യൻ നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കി പറ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻക്ലിനേഷൻ തന്നിട്ടുള്ളത് എന്തിൻ്റെതാണ്?
ഹലോ, ആരുമില്ല ഇവിടെ? എന്താ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്? പറഞ്ഞ മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ തന്നിട്ടുള്ളത് എന്തിൻ്റെതാ? 45 ഡിഗ്രി ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞത് എന്താണ്? ആക്സിസ് ആണോ? എന്താണ് HP ആയിട്ട് ഇംഗ്ലണ്ട് 45 ഡിഗ്രി എന്ന് പറഞ്ഞത്? ആക്സിസ് അല്ല. എന്തിന്റെ ഇംഗ്ലീഷ് ആണ് അത് തന്നിട്ടുള്ളത്? കോർണറിന്റെ ഇംഗ്ലീഷ് ആണ്. കോർണറിന് അങ്ങനെ ഇംഗ്ലീഷും പറയാൻ പറ്റുമോ? റെസ്റ്റ് ചെയ്യുന്നത് കോർണറാണ്. സ്ലാന്റ് എഡ്ജ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്സിൽ? വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? സോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതെങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നൊക്കെ മോഡൽ വെച്ച് പറഞ്ഞില്ലേ, എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്നതൊക്കെ പറഞ്ഞില്ലേ. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. സ്ലാന്റ് എഡ്ജ് ആണ് ഇംഗ്ലീഷിൽ തന്നിട്ടുള്ളത്. അതായത് ഒരു കോർണറിൽ HP റെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ നോക്കാം. സോ ദിസ് ഇസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ ബേസ് കോർണർ. ഓക്കെ, ബേസ് കോർണർ റെസ്റ്റ് ചെയ്യാണ്. ആ കോർണർ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ലാന്റ് എഡ്ജ്, ആ സ്ലാന്റ് എഡ്ജ് ആണ് HP ആയിട്ട് ഇൻക്ലിനേഷൻ പറഞ്ഞത്. ഓക്കെ, ഈ സ്ലാന്റ് എഡ്ജ്. സോ ഇവിടെ ഏതാ സ്ലാന്റ് എഡ്ജ് വരിക? നമ്മൾ റൈറ്റ് എക്സ്ട്രീമിൽ വരുന്ന കോർണറിലായിരിക്കും ഇനി ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. സോ ആ കോർണർ കണ്ടെയ്യുന്ന സ്ലാന്റ് എഡ്ജ് ഏതാ? O', C' അല്ലേ. OC ആണ് ആ സ്ലാന്റ് എഡ്ജ്. സോ ആ സ്ലാന്റ് എഡ്ജ് ആണ് HP ആയിട്ട് 45 ഡിഗ്രി ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇത് ഈ പോയിന്റ് സിന്റെ പൊസിഷൻ ആണ് കേട്ടോ. C1' എന്ന് മാറ്റിയാൽ C1' ഷുഡ് ബി ഓൺ ദ എക്സ് ലൈൻ. ഇനി അവിടെ പ്രൊട്രാക്ടർ വെക്കുക, ആംഗിൾ 45 ഡിഗ്രി മെഷർ ചെയ്യാം. 45 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്താൽ ഈ വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാ വരക്കുന്നത്? ഇപ്പൊ ഈ പൊസിഷനിൽ വരക്കുന്ന ഏതാ? OC ആണ് കേട്ടോ. സ്ലാന്റ് എഡ്ജ് ആണ് 45 ഡിഗ്രി ഇംഗ്ലൈൻ എന്ന് പറഞ്ഞത്, ആക്സിസ് അല്ല. സോ ഈ എഡ്ജ്, ആ ലെങ്ത് ആണ് നമ്മളിവിടെ 45 ഡിഗ്രി ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നൗ ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു കംപ്ലീറ്റ് ദ ഫ്രണ്ട് വ്യൂ. അതിനെ ബേസ് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യണം. സോ ഇത് ഞാൻ കുറച്ച് ലെഫ്റ്റിലേക്ക് വരക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലൂടെ സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, സോ OC ലെങ്ത് സ്കെയിൽ മെഷർ ചെയ്യുക. സെയിം ലെങ്ത്, ആക്സിസിന്റെ ലെങ്ത് അല്ല മെഷർ ചെയ്യേണ്ടത്. OC എന്നുള്ള ഈ സ്ലാന്റ് എഡ്ജിന്റെ ലെങ്ത് ഫ്രണ്ട് വ്യൂ എന്ന് മെഷർ ചെയ്തിട്ട് അതാണ് ഇവിടെ വരക്കുന്നത്. ഓക്കെ, C1', O1'. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യണം. സോ ഇത് വരക്കുന്ന സമയത്ത് പല ആൾക്കാരും വരക്കുക ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുകയാണ് ചെയ്യുക. അത് തെറ്റാണ്. ഓക്കെ, ഈ സ്ലാന്റ് എഡ്ജിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇനി ബേസ് വരക്കാൻ പാടില്ല. അങ്ങനെയാണോ ഇവിടെ ഉള്ളത്? ബേസ് സ്ലാന്റ് എഡ്ജിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലല്ലോ ഉള്ളത്, ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ. സോ ഐദർ യു ഹാവ് ടു മെഷർ ദാറ്റ് ആംഗിൾ ആൻഡ് ആ സെയിം ആംഗിൾ തന്നെ ഇവിടെ മെഷർ ചെയ്തിട്ട് ബേസ് വരയ്ക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? യു ക്യാൻ യൂസ് കോമ്പസ്. കോമ്പസ് എടുത്തിട്ട് ഈ ലെങ്ത്, ബേസിന്റെ ലെങ്ത് നമുക്ക് അറിയാലോ. ഫ്രണ്ട് വ്യൂ നമുക്ക് ഈ ലെങ്ത് അറിയാം. അപ്പൊ ഈ ലെങ്ത് കോമ്പസിൽ മെഷർ ചെയ്യാം. C' ഫിക്സ് ചെയ്തിട്ട് ഒരു ആർക്ക് വരക്കുക. ഓക്കെ, ദെൻ Oന്ന് Aയിലേക്കുള്ള ഈ ലെങ്ത് മെഷർ ചെയ്യാം. അതായത് O1' ഫിക്സ് ചെയ്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ നമുക്ക് പോയിന്റ് A കിട്ടും. അതുപോലെ വരയ്ക്കുന്നതാണ് കുറച്ചും കൂടെ നല്ല മെത്തേഡ് കേട്ടോ. കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ്. നിങ്ങൾക്ക് അങ്ങനെ ആകുമ്പോൾ തെറ്റില്ല. ഓക്കെ, സോ പോയിന്റ് A ഇതുപോലെ കിട്ടിയ വിചാരിക്കാം. ഓക്കെ, നോ join this and similar എല്ലാ പോയിന്റ്സ് അവിടെ മാർക്ക് ചെയ്യുക. A1', then
ബിന്റെ ലൊക്കേഷൻ കറക്റ്റ് സിന്നോ അല്ലെങ്കിൽ എന്നോ ആ ലെങ്ത് മെഷർ ചെയ്യണം. സിന്ന് മെഷർ ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഈ ഒരു പൊസിഷനിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ കറക്റ്റ് ലെങ്ത് തന്നെ മെഷർ ചെയ്ത് മാർക്ക് ചെയ്യണം. ദാറ്റ് ഈസ് B1 ഡാഷ് ആൻഡ് B1 ഡാഷ്. ഇവിടെ എ ഡാഷിന് പുറകിലായിട്ട് ഒരു പോയിന്റ് കൂടെ വരും കേട്ടോ, അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. എന്റെ ബാക്കിലായിട്ട് പോയിന്റ് ഇ വരില്ലേ, സോ അത് ഇവിടെ മാർക്ക് ചെയ്യണം. ഇ ഡാഷ് എക്ക് ബാക്കിലായിട്ട് ഇ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇൻ ദ ഫ്രണ്ട് വ്യൂ അപ്പെക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ബേസ് സെന്റർ എച്ചും കൂടെ മാർക്ക് ചെയ്യാം, എച്ച് ഡാഷ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ എച്ച് മാർക്ക് ചെയ്യണം. സോ എന്നോ അല്ലെങ്കിൽ സിന്നോ എച്ചിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യാം. H1 ഡാഷ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിലെ സിമിലർ ആയിട്ട് തന്നെ നമുക്ക് രണ്ടാമത് വരയ്ക്കുമ്പോൾ കിട്ടണം, ബട്ട് ആംഗിൾ മാത്രം, ഓറിയന്റേഷൻ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നൗ യു ഹാവ് ടു ഡ്രോ ദ ടോപ്പ് വ്യൂ അറ്റ് ദിസ് പൊസിഷൻ. എല്ലാ കോർണേഴ്സും താഴേക്ക് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ റൈറ്റ് സൈഡിലേക്ക്, ഫസ്റ്റ് ടോപ്പ് വ്യൂ റൈറ്റ് സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ എ ആൻഡ് A1 ഡാഷ് മീറ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് A1 മാർക്ക് ചെയ്യാം. ദെൻ ബി ആൻഡ് B1 ഡാഷ് ഇന്റർസെക്ട് ചെയ്യുന്നവർക്ക് B1, C ആൻഡ് C1 ഡാഷ് C1, D ആൻഡ് D1 ഡാഷ് D1, E ആൻഡ് E1 ഡാഷ് E1. Apex O and O1 dash mark here. So this will be O1. Okay. Now join the extreme points to form the boundary. ഇതുപോലെയാണ് ബൗണ്ടറി വരിക. ഇനി നമ്മൾ നോക്കേണ്ടത് ബേസിന്റെ വിസിബിലിറ്റി ആണ്. ഈ ഒരു പോസ്റ്റിൽ നേരത്തെ പറഞ്ഞത് അതേ പോസ്റ്റ് തന്നെയാണ്, അതായത് ഈ ഇതുപോലെ ടിൽറ്റ് ആയിട്ടുള്ള. ആൻഡ് ഈ ഒരു പോസ്റ്റിൽ നമ്മൾ ടോപ്പിൽ നോക്കുമ്പോൾ ബേസ് വിസിബിൾ ആയിരിക്കില്ല. So base will be invisible and you have to mark the remaining base edges using dashed line. Already 3 edge boundary വന്നിട്ടുണ്ട്, AB, AE, DE. Remaining edges BC and CD you have to mark it using dashed line. അപ്പോൾ C വിസിബിൾ അല്ലെങ്കിൽ C യുടെ പാസ് ചെയ്യുന്ന ലോങ്ങർ എഡ്ജ് വിസിബിൾ ആയിരിക്കില്ല, സോ അതും ഡാഷ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പം A and E വിസിബിൾ ആണ്, A and E വിസിബിൾ ആയതുകൊണ്ട് അതിലൂടെ പോകുന്ന ലോങ്ങർ എഡ്ജ് വിസിബിൾ ആയിരിക്കും. സോ മാർക്ക് യൂസിങ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ. സോ ഇതുപോലെയാണ് ഈ പൊസിഷനിലെ സെക്കൻഡ് പൊസിഷനിലെ ടോപ്പ് വ്യൂ ഉണ്ടാവുക. ആൻഡ് ഓൾസോ മാർക്ക് ദ ആക്സിസ്. ആക്സിസ് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പം ആക്സിസ് മാർക്ക് ചെയ്യാൻ H1 ഡാഷ് എന്ന് ഒരു ലൈൻ നേരെ താഴേക്ക് പ്രൊവൈഡ് ചെയ്യാം. ആ ലൈന് നമ്മളിവിടെയുള്ള എച്ച് അത് ഓൻ്റെ അതേ പൊസിഷനിലാണ്. അവിടെ നിന്ന് റൈറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ദാറ്റ് വിൽ ബി H1. സോ ആക്സിസ് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, H1 to O1, H1 to O1. സോ ഇതാണ് സെക്കൻഡ് പൊസിഷൻ വരുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ആയില്ല, ലാസ്റ്റ് പൊസിഷൻ എന്താണ്? ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി വിത്ത് ദ എക്സ് ലൈൻ. സോ ഈ ഒരു പൊസിഷനിൽ ആക്സ് എങ്ങനെയുള്ളത്? ഈ ഒരു പൊസിഷനിൽ ഈ ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റില്ലേ? ആക്സ് എങ്ങനെയുള്ളത്? OH എന്നത് എക്സ് ലൈന് പാരലൽ അല്ലേ? അല്ലേ, എക്സ് ലൈന് പാരലൽ ആയിട്ടാണല്ലോ ഉള്ളത്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് പാരലൽ ടു ദ എക്സ് ലൈൻ അല്ല വേണ്ടത്, 30 ഡിഗ്രി ഇൻക്ലൈൻ ടു ദ എക്സ് ലൈൻ ആണ് വേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് ഷുഡ് ബി ഇൻക്ലൈൻ 30 ഡിഗ്രി ടു ദ XY ലൈൻ. അപ്പൊ എന്താ ചെയ്യേണ്ടി വരിക? ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു എക്സ് ലൈൻ ആക്കണം. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്നും കൂടെ നമ്മൾ തിരിച്ചു വെക്കണം. അതാണ് ഫൈനൽ പൊസിഷൻ വരിക. ഓക്കെ, അപ്പൊ ഈ ടോപ്പിനെ നമ്മളൊന്ന് ടിൽറ്റ് ചെയ്തിട്ട് ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു എക്സ് ലൈൻ ആയിട്ട് വരുന്ന വിധത്തിൽ റീഡ്രോ ചെയ്യണം. സോ 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഞാനിത് പോയിന്റ് കുറച്ച് ബാക്കോട്ട് എടുത്തത് കാരണം വെച്ചാൽ
അല്ലെങ്കിൽ നമുക്ക് അവിടെ വരയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇപ്പുറത്ത് വരയ്ക്കാം, ആ 30° ആംഗിൾ. സോ 30° ആംഗിളിൽ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ആ ലൈനിൽ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുക, ഒ എച്ച്, ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സിസ്. ഈ ലെങ്ത് മാർക്ക് ചെയ്യുക. ഈ ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കില്ല. ആക്സിസിന്റെ ട്രൂ ലെങ്ത് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത് 60 ആണ്, 60 ആണ് ഇത്. ബട്ട് ഇൻ ദ ടോപ്പ് വ്യൂ ഇത് 60 ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് 60 അല്ല എന്ന് പറയുന്നത്? ആക്സിസ് ഇപ്പൊ ഇൻക്ലൈൻഡ് ആയി അല്ലേ. അപ്പോൾ ഈ ഒരു പോർഷനിൽ ടോപ്പ് നമുക്ക് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. ആക്സിസ് കുറച്ചൊന്ന് ഇൻക്ലൈൻഡ് ആയി കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് കാണാൻ പറ്റില്ലല്ലോ. ഫ്രണ്ട് വ്യൂല് ട്രൂ ലെങ്ത് കാണാൻ പറ്റും, ടോപ്പ് വ്യൂല് ട്രൂ ലെങ്ത് കാണാൻ പറ്റില്ല. ഇൻക്ലൈൻ ടു HP കേസ് നമ്മൾ ടോപ്പ് വ്യൂ പഠിച്ചിട്ടില്ലേ? ടോപ്പ് വ്യൂ വിൽ ബി പാരലൽ ടു ദ XY ലൈൻ ആൻഡ് റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും പറഞ്ഞിട്ട്. ഓക്കെ, ഇതുപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് ടോപ്പ് വ്യൂല് ട്രൂ ലെങ്ത് ആക്സിസ് കാണാൻ പറ്റുമോ? സോ ഇൻ ദിസ് പൊസിഷൻ ടോപ്പ് വ്യൂ വിൽ നോട്ട് ബി ഓഫ് ട്രൂ ലെങ്ത്. സോ ഈ ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്യാം, H1 to O1 ലെങ്ത് മെഷർ ചെയ്യാം. ഓക്കെ, ആ ലെങ്ത് ഈ ആക്സ് ഇവിടെ ഈ വരച്ച ലൈനിൽ മാർക്ക് ചെയ്യാം. H2 എന്ന് മാർക്ക് ചെയ്യാം. H2 O2 H2 O2. ഓക്കെ, H2 O2 മാർക്ക് ചെയ്യാം. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്യണം. ഈ H2 O2 മാർക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. H എന്ന് നമുക്ക് ഈ സെയിം ലൈനിലാണ് പോയിന്റ് സി ഉള്ളത്. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് സി അല്ലെ, C1. അപ്പം സെയിം ലൈനാണ് സി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് H എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഓക്കെ, H എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. സോ സി ഓക്കെയാണ്, സി മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. C2 മാർക്ക് ചെയ്തു. ദെൻ അതർ പോയിന്റ്സ് എ ആൻഡ് ഇ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാ നോക്കുക. എ ആൻഡ് ഇ മാർക്ക് ചെയ്യുന്നതിന് H എന്ന് ഈ എ ആൻഡ് ഇ എന്ന് പറയുന്നത് ഈ HO എന്ന് പറയുന്ന ആ ലൈൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ വരുന്നത് അല്ലെ. HO എന്ന് പറയുന്ന ആ ലൈൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് AE വരുന്നത്. സോ നിങ്ങൾ ഈ ലെങ്ത് H നിന്ന് ബാക്കോട്ടേക്കുള്ള ഈ എയിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഓക്കെ, ആ ലെങ്ത് നമ്മൾ H നിന്ന് ബാക്കോട്ടേക്ക് മെഷർ ചെയ്യാം. ഒരു പോയിന്റ് അവിടെ മാർക്ക് ചെയ്ത് ബാക്കോട്ടേക്ക് മെഷർ ചെയ്ത്. ഓക്കെ, എന്നിട്ട് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് EA വരുന്നത് അല്ലെ. അപ്പോൾ അതേപോലെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു, EA പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പൊ ഈ ലെങ്ത് ഈ ലൈനിൽ നിന്ന് മുകളിലേക്കുള്ള ലെങ്ത്തും താഴേക്കുള്ള ലെങ്ത്തും കറക്റ്റ് മെഷർ ചെയ്ത് തന്നെ മാർക്ക് ചെയ്യണം. ഇയിലേക്കുള്ള ഡിസ്റ്റൻസും എയിലേക്കുള്ള ഡിസ്റ്റൻസും കറക്റ്റ് മെഷർ ചെയ്ത് തന്നെ ഇവിടെ മാർക്ക് ചെയ്യണം. സോ E2 and A2 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് B and D. B and D വരക്കുന്നതിന് സെയിം ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അതായത് BD എന്ന് പറയുന്നത് BA അല്ല BD ആണ് കേട്ടോ, സോറി BD. ഈ BD എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഈ ലൈനും HOക്ക് അതായത് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് അല്ലെ. സോ ആ ലൈൻ നിങ്ങൾക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്താൽ മതി, HOക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്താൽ മതി. സോ അത് റെപ്രസെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ലൈനിലേക്ക് H എന്നുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, H1 എന്ന് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കറക്റ്റ് ഇവിടുന്ന് മെഷർ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. ഓക്കെ, സോ ഈ ലെങ്ത് രണ്ടും കറക്റ്റ് മെഷർ ചെയ്തിട്ട് ആ സെയിം ലെങ്ത് തന്നെ വരുന്ന വിധത്തിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് പോയിന്റ് B2 and D2 കിട്ടും. ഓക്കെ, സോ ഇത് നമുക്ക് ഈ പോർഷൻ ഈ ടോപ്പ് വ്യൂ 30° ആയിട്ട് അങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് വരക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ സെയിം മെത്തേഡ് യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഓരോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ കോമ്പസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഓൾറെഡി Hഉം Oയും ഇവിടെ ഉണ്ടല്ലോ. ഇനി ഓരോ പോയിന്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ D കാണണമെങ്കിൽ H നിന്ന് ഡിയിലേക്കുള്ള ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് വരക്കുക. ദെൻ O എന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് വരക്കുക. അപ്പോൾ D കിട്ടും. സിമിലർലി ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും ഇതുപോലെ നിങ്ങൾക്ക് കോമ്പസ് വെച്ചിട്ടും കണ്ടുപിടിക്കാം. ഓക്കെ, സോ however you have to make the top view in this rotated position. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂ റീഡ്രോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഷേപ്പിൽ മാറ്റം വരാൻ പാടില്ല, സൈസിൽ മാറ്റം വരാൻ പാടില്ല. ഓക്കെ, ഓറിയന്റേഷനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. നൗ യു ഹാവ് ടു ജോയിൻ
all these points. അപ്പോൾ ഈ ആദ്യം ഉണ്ടായിരുന്ന ടോപ്പിന്റെ അതേ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ, ഓക്കെ, ഇതുപോലെ നമുക്ക് റീട്രോ ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടി. ഇപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്, പക്ഷെ നിങ്ങൾ കറക്റ്റ് സ്കെയിൽ വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാണ് വേണ്ടത്. അപ്പൊ എല്ലാ പോയിന്റ്സും നേരെ മുകളിലേക്ക് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാം. എല്ലാ പോയിന്റ്സും നേരെ മുകളിലേക്ക് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പോർഷനിലെ ഫ്രണ്ട് വ്യൂ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ട, അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ഉള്ളത്. സോ സെയിം ലൈൻ നമുക്ക് അസ്യൂം ചെയ്യാം. നൗ A2 ആൻഡ് A1 ഡാഷ് മീറ്റ് ചെയ്യുന്നത് A2 ഡാഷ്, ദെൻ B2 ആൻഡ് B1 ഡാഷ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം, ദാറ്റ് ഈസ് B2 ഡാഷ്. ദെൻ C2 ആൻഡ് C1 ഡാഷ്, അത് എക്സ് ലൈനിൽ തന്നെയാണ് വരുന്നത്. സോ ദിസ് വിൽ ബി ദ പൊസിഷൻ ഓഫ് C2 ഡാഷ്. ദെൻ D2 ആൻഡ് D1 ഡാഷ് മീറ്റ് ചെയ്യുന്നത് D2 ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. Then E2 and E1 dash, E2 dash. Apex O2 and O1 dash മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ദാറ്റ് ഈസ് O2 dash. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ പോയിന്റ്സും എല്ലാ കോർണേഴ്സും കിട്ടി. ഇനി ഇതിന്റെ ബൗണ്ടറി വരയ്ക്കാണ് വേണ്ടത്. സോ ജോയിൻ ഓൾ ദ എക്സ്ട്രീം പോയിന്റ്സ് ടു ഫോം ദ ബൗണ്ടറി. ഇതുപോലെ വരും. അപ്പൊ ഇത് ബൗണ്ടറി വരക്കുന്ന സമയത്ത് രണ്ട് പോയിന്റ്സ് E2 ആൻഡ് D2 അത് ഇൻസൈഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതിന്റെ നമ്മളിനി ചെക്ക് ചെയ്യേണ്ടത് എൻ ഫേസിന്റെ വിസിബിലിറ്റി ആണ്, അതായത് ബേസിന്റെ വിസിബിലിറ്റി ആണ്. സോ ബേസിന്റെ വിസിബിലിറ്റിക്കാണ് ഞാൻ ഇന്നലെ തന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ വരച്ച സ്ക്വയർ പിരമിഡ് ഉള്ള അതേ പൊസിഷൻ തന്നെ ഇതുള്ളത്, ദാറ്റ് ഈസ് എപെക്സ് അവേ ഫ്രം ദ എക്സ് ലൈൻ. ഓക്കെ, എപെക്സ് അവേ ഫ്രം ദ എക്സ് ലൈൻ ഓർ ബേസ് നിയറർ ടു ദ എക്സ് ലൈൻ. ബേസ് നിയറർ ടു ദ എക്സ് ലൈൻ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് അതിന്റെ ബേസ് കാണാൻ പറ്റില്ല. Okay, in the top view, if the base is nearer to the x plane compared to the apex, then in the corresponding front view we can't see the base. Okay, so അതുകൊണ്ട് തന്നെ ബേസ് വിസിബിൾ ആയതുകൊണ്ട് ബേസിലെ റിമൈനിങ് എഡ്ജസ്, ബൗണ്ടറിയിൽ വന്ന എഡ്ജസ് ഓൾറെഡി അതുകൊണ്ട് നിന്നോട്ടെ, അതിൽ വരാത്ത റിമൈനിങ് എഡ്ജസ് ഇവിടെ AB ആൻഡ് BC ബൗണ്ടറിയിൽ വന്നതാണ്. നെക്സ്റ്റ് AE, then ED and DC അത് ഡാഷ്ഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. നൗ D ആൻഡ് E ഡാഷ്ഡ് ആയതുകൊണ്ട് അതിലൂടെ പാസ് ചെയ്യുന്ന ലോങ്ങർ എഡ്ജ് വിസിബിൾ ആയിരിക്കില്ല. സോ അത് ഡാഷ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ദെൻ B ഈസ് വിസിബിൾ, അപ്പോൾ ബിയിലൂടെ പോകുന്ന എഡ്ജ് വിസിബിൾ ആയിരിക്കും, അത് തിക്കായിട്ട് മാർക്ക് ചെയ്യാം. A ആൻഡ് സിയിലൂടെ പാസ് ചെയ്യുന്ന എഡ്ജസ് ഓൾറെഡി ബൗണ്ടറിയിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഫ്രണ്ട് വ്യൂ ഇൻ ദ ആക്ച്വൽ പൊസിഷൻ, ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഇൻ ദ ആക്ച്വൽ പൊസിഷൻ. സോ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും, ബട്ട് അത് നിങ്ങൾ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ചെയ്ത് പഠിച്ച് പോണം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? എവിടെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? Okay, what about others? Okay, എവിടെയാണെങ്കിലും എങ്ങനെയാണ് വരച്ചതെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾ വരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് വരും. വരക്കുന്ന സമയത്ത് എന്തായാലും ഡൗട്ട് വരും. നിങ്ങൾ എന്തായാലും ആ റെക്കോർഡ് വീഡിയോ കണ്ടിട്ട് അത് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇന്ന് ഇപ്പം നാളെ എക്സാം ആണല്ലേ, പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നാളെയെങ്കിലും ചെയ്യാം, നാളെ വൈകുന്നേരം കൊണ്ട് ചെയ്യാം. ഓക്കെ,
ഈ സബ്ജക്റ്റിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലുണ്ടാവുള്ളൂ. എക്സാമിന്റെ സമയത്ത് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് ഓർമ്മ വരില്ല. സോ അത് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ദെൻ ഇതിന്റെ ഡയമെൻഷൻസ് കൂടെ മാർക്ക് ചെയ്യണം. ബേസ് എഡ്ജിന്റെ ലെങ്ത് ആൻഡ് ഹൈറ്റ്, ഇത് രണ്ടും കൂടെ അത് മാത്രം മാർക്ക് ചെയ്താൽ മതി. പിന്നെ ആംഗിൾ മാത്രമേ ഉള്ളൂ. ആംഗിൾ 45 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടോ? നാളെ അല്ലേ എക്സാം? നോ ഡൗട്ട്സ്? ഓക്കെ, ഞാൻ നമുക്ക് കൂടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. മൺഡേ അല്ലേ? ഇല്ല, ഇത് വരില്ല. ഇത് ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആയിട്ടുള്ള 2 സെറ്റ് ഫിഗർ വരുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് വരില്ല. ഇതിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മാത്രം തന്നെ 1.5 മണിക്കൂർ എടുക്കും. ഓക്കെ, അപ്പോൾ ശരി.